ഞാനും മാമനും കൂടിയിട്ട് സ്ഥലത്തേക്ക് പോയി. തരുമോ? ഉളിക്കല് നമ്മളെ ഇരട്ടിക്കുള്ള ഗുണ്ട് ടീമിന്റെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രിവ്യൂടെ ടാക്കീസിൽ ഉളിക്കലിലെ ടാക്കീസിൽ അവർ ഇരട്ടിക്കാണ്. അപ്പോൾ ഉളിക്കലിലെ ടാക്കീസിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കണ്ടിട്ട് എന്തായാലും പറയാം. അപ്പോൾ നമ്മളെ ചങ്ങായിമാറാണ് ഗുണ്ട് ടീമിലുള്ളത്. മുമ്പേ അറിയാം, നല്ല ബന്ധമാണ്. അവരങ്ങനെ പടം എടുത്തു. അപ്പോൾ അതിന്റെ പ്രിവ്യൂ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ നമ്മള് വരുന്നതെന്ന് വെച്ചാല് ശ്രീകണ്ഠപുരം കണിയാർ വയലി മടമ്പം. നല്ല റോഡ് എന്താ പറയാ, കാഞ്ഞിലേരി. നല്ല സുഖം കിട്ടി ഇവിടെ പോകാൻ വേണ്ടി. പരിക്കളം നമ്മളെ നാടിന്റെ അടുത്ത് 25 കിലോമീറ്റർ ഉണ്ട് ഉളിക്കലിലേക്ക്. നമുക്ക് അതിനെല്ലാം ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് വന്നിട്ട്. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. ഉളിക്കൽ ടൗൺ മേപ്പാണ് നമ്മളുടെ വഴികാട്ടി. ഡോറാ നമ്മളിങ്ങോട്ട് പോണ്. മേപ്പിനോട് ചോദിക്കാം. നമ്മള് മേപ്പ് എത്താം. ഇത് മാമൻ ബുജ്ജി ഡോറ. എങ്ങനെ ഇരിക്കുന്നു? സൂപ്പർ. എല്ലാവരും ഉണ്ട്. നല്ല ഇരിക്കുന്നു. ഹായ്, പേര്? ഹായ്, അടിപൊളി. ശരിക്കും പേരെന്നാ? എന്റെ പേര് ശരിക്കും വിഷ്ണു. ആ, അടിപൊളി ആക്ടിങ് ആട്ടാ, ഞാൻ കാണാറുണ്ട്. സിനിമയിൽ നമ്മൾ ഒപ്പരം ഉണ്ടായിരുന്നു. അൻപൂട് കൺമണിയില്. ആ, നമ്മളുണ്ടേ. അടിപൊളി തുടങ്ങിയേട്ടാ. ചേട്ടാ എന്നാ നേരത്തെ രണ്ടോളങ്ങനെ വരുന്നുണ്ട്. എനിക്കറിയാം നീ ഇത് ഓടാക്കുന്നു, അവിടെ മുൻകൂട്ടി ഓടാക്കി. നമസ്കാരം. പിന്നെ കൊറേ നല്ല നല്ല അപ്പൊ നമ്മള് സിനിമ കണ്ടിറങ്ങി. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അനന്ത മഹാസംഭവം. അപ്പൊ അജിബ്രോ നമ്മളെ അടുത്ത സുഹൃത്ത്, വളരെ നല്ല ബന്ധമാണ്, നല്ല കണക്ഷനും, നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിന്റെ എല്ലാ സ്ക്രിപ്റ്റും അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. യൂട്യൂബിൽ മാത്രമല്ല, ഇപ്പൊ സിനിമേന്റെ ഫസ്റ്റ് ഒരു ടാഗിസ്റ്റ് ചെയ്തു. ഇത് നമ്മൾ യൂട്യൂബിൽ ഇപ്പം കാണാൻ പറ്റും. യൂട്യൂബിൽ നമുക്ക് മാർച്ച് 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്, ഈ വരുന്ന വെള്ളിയാഴ്ച 5 മണിക്കാണ് നമ്മുടെ യൂട്യൂബിൽ റിലീസ്. നമ്മളെ ഗുണ്ടിൽ തന്നെ ഗുണ്ടിലെ യൂട്യൂബ് ചാനൽ തന്നെ ഇവര് ഇത് റിലീസ് ആകുന്നുണ്ട്. നന്നായിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അഭിപ്രായം പറഞ്ഞു. നന്നായിട്ടുണ്ട്. നല്ലൊരു ആ ത്രെഡും ഒരു അതിനകത്തൊരു ഫ്രഷ്നസ്, എൻ്റെ ക്ലൈമാക്സ്. ശരിക്കും അജിത് ബ്രോന്റെ എല്ലാ സ്ക്രിപ്റ്റും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഭവമുണ്ട്. അതെനിക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിൻ്റെ നമ്മൾ ചിലപ്പോൾ വളരെ നൈസായിട്ട് കണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തൊരു സാധനമുണ്ട്. അത് കണ്ടുപിടിക്കാൻ കഴിയില്ലാന്ന് സത്യം പറഞ്ഞാൽ അതിന്റെ സെറ്റ്. അത് എൻ്റെ ഒരു വിളിയിൽ അത് സംഭവം തരുന്നു. പക്ഷെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ അതിന്റെ ക്ലൈമാക്സ് എങ്ങനെ നിങ്ങൾ നിർത്തിക്കോന്നുള്ളത് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ട്. എന്തായാലും ചാനലിൽ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്. എല്ലാവരും കാണുക. എല്ലാവരും ആശംസകൾ ടീമിന്. നല്ല സിനിമയാണ്. ഒരു 1/2 മണിക്കൂർ ആണ് അതിന്റെ ടൈം ഉള്ളത്. ഇത് പിന്നെ അവര് യൂട്യൂബ് ചാനൽ തന്നെ ഇടുന്നവര് ഗുണ്ടിന്റെ. അപ്പൊ അതിന് മുമ്പ് ഒരു ടാക്കീസിലേക്ക് എല്ലാരെയും വിളിച്ച് നല്ല സിനിമേന്റെ ക്വാളിറ്റി തന്നെ അവർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ടാക്കീസ് തന്നെ വാച്ച് ചെയ്യേണ്ട തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവം, അതിന്റെ അങ്ങനെയാണ് ഇതിന്റെ കഥ. ഒരു മരണം സംഭവിച്ച സ്ഥലത്ത് നടക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന കുറെ സങ്കടങ്ങളും അതിൻ്റെ കൂടെ അവിടെ ആൾക്കാർ വരുമ്പോൾ നർമ്മങ്ങളും അങ്ങനെ ആയിട്ട് അതിനൊരു നല്ലൊരു ക്ലൈമാക്സ്. അവരെ വീഡിയോകളെല്ലാം നമ്മൾ ആദ്യം കാണുന്നുണ്ട്. ഞാനായിട്ടുള്ള ബന്ധമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രിപ്റ്റും കാര്യമെല്ലാം ഉള്ളിലോട്ടുള്ളൊരു കഥ പറയലുണ്ട്. ഈ കഥയുടെ ഉള്ളിലോട്ടാണ്
ചിലപ്പോൾ നമ്മളത് കണ്ട് പലർക്കും നമ്മളത് കണ്ടിട്ടാകുമ്പോൾ നമ്മളായിരിക്കും അവർക്ക് മനസ്സിലാവുമോ നമുക്ക് സംശയം ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലാണ് കഥ ഉണ്ടാവുക. പുറത്തിങ്ങനെ നിങ്ങൾ ഫ്ലാറ്റായിട്ട് പോകും, പക്ഷെ പുറത്ത് ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഗുണ്ടധികം നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവിടെയും കാണാൻ പറ്റി. അതിൻ്റെ എൻഡിലെ ക്ലൈമാക്സിലെല്ലാം വളരെ നന്നായിരുന്നു. ഒരു സിനിമ തന്നെ നമുക്ക് അടുത്തന്നെ പ്രതീക്ഷിക്കുക അവരെടുക്കുന്നത്. നമ്മളും ആത്മാർത്ഥമായിട്ട് ഇതുപോലെ സിനിമ തന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങളെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരത് ചെയ്ത് ഒറ്റ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പോകണമെന്ന് വിചാരിച്ചു. ഫുഡും പരിപാടിയിലുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് തന്നെ അവർ ഇതാക്കിയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് വേഗം വന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ശ്രമമാണ്. എന്തായാലും നന്നായിരിക്കട്ടെ. വലിയ സിനിമകൾ ഉണ്ടാട്ടെ അവരെടുക്കുന്നത്. എല്ലാവരും ആശംസകളും നമ്മൾ നേരുന്നു. അപ്പം നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമകളിൽ വരട്ടെ.